ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച രാപ്പകൽ സത്യാഗ്രഹം സമാപിച്ചു. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സത്യാഗ്രഹ സമരം. 2 ദിവസങ്ങളായി നടന്ന സമരത്തിൽ നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്തു. 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു FSCTOയുടെ ദ്വിദിന സത്യാഗ്രഹ സമരം. തിരുവനന്തപുരം ജില്ലയിലെ നൂറുകണക്കിന് തൊഴിലാളികൾ സത്യാഗ്രഹത്തിൽ അണിനിരന്നു. വിവിധ സംഘടനകൾ സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി. ജീവനക്കാർക്ക് കാലോചിതമായി ക്ഷാമബത്തയും ആനുകൂല്യങ്ങളും നൽകാൻ ഇടതുപക്ഷം ഉൾപ്പെടെ ഏതൊരു സർക്കാരും ബാധ്യസ്ഥരാണെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് KN ഗോപിനാഥ് ചൂണ്ടിക്കാട്ടി. ഇനി മുതൽ തൊഴിലാളികളുടെ ശമ്പളം, പെൻഷൻ, അതുപോലെ തന്നെ തൊഴിലാളികളുടെ ക്ഷാമബത്ത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുമായിട്ട് ആലോചിച്ചാണ്, സാമൂഹ്യ പരിഗണന വച്ചുകൊണ്ടേ തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്നാണ്. അതെന്തൊരു നിലപാടാ? ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജീവനക്കാരുടെ സേവനത്തിനനുസരിച്ച് അവർക്ക് കാലോചിതമായി ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് ക്ഷാമബത്തയും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും കൊടുക്കാൻ ഏതൊരു ഗവൺമെന്റും നിർബന്ധിതമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിർബന്ധിതമാണ്. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കൾ സത്യാഗ്രഹ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് മറ്റു ജില്ലകളിൽ വെള്ളിയാഴ്ച പ്രതിഷേധ സമരങ്ങൾ നടന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.